കൂടിയാ ബാല. ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് പറ്റി? വല്ലാത്ത പരവേശമാണ്. ഇടയ്ക്കൊക്കെ അങ്ങ് തൊണ്ട വരണ്ട ഉണങ്ങും. എത്ര വെള്ളം കുടിച്ചാലും മതിയാവൂല. ഷുഗർ എങ്ങാനും ഉണ്ടാവും. ഈടായിട്ട് ചെക്കപ്പിനൊന്നും പോകുന്നില്ലല്ലോ. ബാലമാമനോട് പറഞ്ഞാലോട്ട് കേൾക്കൂല. നമ്മളൊന്നും വിളിച്ച അച്ഛൻ വരില്ല. ഗോവിന്ദ മാമനെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് പോയിക്കൂടെ? എന്തായാലും കുറച്ച് അമ്പലപരിപാടികളും വിതയ്ക്കലും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഒതുങ്ങിക്കോട്ടെ. എന്നിട്ട് പിടിച്ചിട്ട് ഞാൻ തന്നെ ആശുപത്രി കൊണ്ടുപോയിക്കോളാം. എന്തിനാ അച്ഛാ എല്ലാരെയും വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്? അച്ഛ കാര്യം പറഞ്ഞില്ലല്ലോ. എല്ലാവരും എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ കുടുംബത്തിലെ എല്ലാവരെയാണ്. എന്നിട്ടും രണ്ടുപേരും വന്നില്ലല്ലോ മോളെ. ശ്രേയ ചേച്ചി അരവിന്ദേട്ടനെ വിളിക്കാൻ എനിക്കൊന്നും വയ്യ. ഞാൻ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാ ചേച്ചി എന്തെങ്കിലുമൊക്കെ പറയും. ഒരാളെ കുറിച്ചും ഇങ്ങനെ മുൻവിധി വെക്കരുത് അനു. ശ്രേയ എന്താ ഭീകരജീവി വല്ലോ ആണോ? നീ പറയുന്ന കേട്ടാ തോന്നുവല്ലോ അങ്ങനെയാണെന്ന്. ആ അത് വിട്. അനുമോളെ, നീ ചെന്ന് വിളിച്ചു നോക്ക്. വരുമല്ലെന്ന് നമുക്കറിയാലോ. വന്നില്ലെങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം. മോളെ ചെല്ല്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യത്തിലെങ്കിലും പരസ്പര വൈരാഗ്യവും വിദ്വേഷവും കളഞ്ഞ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഈ ആയിരപ്പറ കുടുംബത്തിന് വേണ്ടിയാ ഞാൻ പറയുന്നത്. അരവിന്ദേട്ടാ, അരവിന്ദേട്ടാ, അരവിന്ദേട്ടാ. എന്താടി? നിങ്ങൾ രണ്ടുപേരോടും അച്ഛൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എങ്ങോട്ട്? അച്ഛൻ ഈ വീട്ടിലെല്ലാരോടായിട്ട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാരും അവിടെ നിപ്പുണ്ട്. വേഗം അങ്ങോട്ട് വാ. നീ പൊക്കോ, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. വാ മേഡം. മേഡം എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? എല്ലാരും ഇവിടെ കാത്തിരിക്കുകയാണ്. വാ, നമുക്കൂടെ പോയിട്ട് വരാം. ഇതെന്താ അരവിന്ദ്, നിങ്ങളുടെ വീട് ഏതെങ്കിലും കാട്ടുപ്രദേശത്തെ ഗ്രാമം വല്ലതുമാണോ? കാട്ടുമൂപ്പനെ പോലെ ഗ്രാമസഭ വിളിക്കുന്നു. പ്രജകളെല്ലാം ചുറ്റും കൂടണം. ഷേ, വല്ലാതെ ഇറിറ്റേറ്റഡ് ആവുന്നു ഞാൻ. അരവിന്ദിന് വേണമെങ്കിൽ പോയിക്കോ, ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല. സത്യമാണ് മേഡം പറഞ്ഞത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ അച്ഛന്റെ ഓരോ രീതികളെ സഹിക്കാൻ പറ്റില്ലെന്നേ. നീ ഒരു കാര്യം ചെയ്, ഇനി തല പോകുന്ന പ്രശ്നമാണെങ്കിലും ഞങ്ങൾ വരുന്നില്ലെന്ന് ചെന്ന് പറഞ്ഞേക്ക്. പോയിക്കോ. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. പറയാൻ മനസ്സ് കാണിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് കേൾക്കാൻ മനസ്സ് കാണിക്കുന്നതെന്നും. എനിക്കിപ്പോ ഈ വീട്ടിലെ എല്ലാവരോടായി ഒരു കാര്യം പറയണം തോന്നിയാ അതിന് പലരുടെയും കാല് പിടിക്കേണ്ട അവസ്ഥയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. തെറ്റ് എന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം മാറണം, മാറ്റണം. നോക്ക് അരവിന്ദേട്ടാ, അമ്മ ഉൾപ്പെടെ എല്ലാരും അവിടെ ഉണ്ട്. നിങ്ങളായിട്ട് മാറി നിന്നാ അത് ശരിയാവില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. വരുന്നെങ്കി വാ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നീ ഒന്ന് നിന്നേ. വിട്ടേക്ക് മേഡം, നമ്മൾ എന്തായാലും ആ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ പോകുന്നില്ല. അവള് പോട്ടെന്നേ, ഓടി. അരവിന്ദ് ഒന്നും മിണ്ടാതിരിക്കും. ആന്റി വന്നിട്ടുണ്ടോ അവിടെ? ഉണ്ട്. അശ്വതി ചേച്ചിയോ? അശ്വതി ചേച്ചി രമേശ് ചേട്ടനുണ്ട്.